യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിനെ മാത്രം നോക്കും, ബാക്കിയെല്ലാം മാറ്റിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിനെ മാത്രം നോക്കും, ബാക്കിയെല്ലാം മാറ്റിടും. തീരുമാനം
പിന്നിലേക്കില്ലൽപ്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായം 6 7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ സാറായി അബ്രാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ഞാൻ എൻ്റെ ദാസി എന്നിൻ്റെ മാർവിടത്തിൽ തന്നു. എന്നാൽ താൻ ഗർഭം ധരിച്ചുവെന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അബ്രാം സാറായിയോട്, നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ, ശൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറായിയുടെ ദാസിയെ ഹാഗാരെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. യേശു ചോദിക്കുകയാണ്, ദൂതൻ ചോദിക്കുകയാണ്, സാറായിയുടെ ദാസിയായ ഹാഗാരെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, നിൻ്റെ ലക്ഷ്യം എന്താണ്? സ്തോത്രം. നിങ്ങളെ ഇന്ന് കർത്താവ് തടഞ്ഞു നിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്, മോനെ നിൻ്റെ ലക്ഷ്യം എന്താണ്? നീ നിൻ്റെ ലക്ഷ്യം കുറച്ച് രൂപ ഉണ്ടാക്കുക എന്നുള്ളതാണോ? ലക്ഷ്യം ഒരു വിവാഹം കഴിക്കുക എന്നുള്ളതാണോ? ലക്ഷ്യം ഒരു നല്ല വീട് പണിയുക എന്നുള്ളതാണോ? മോളെ നിൻ്റെ ലക്ഷ്യം എന്താണ്? നിൻ്റെ ലക്ഷ്യം, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നീ എങ്ങോട്ട് പോകുന്നു? നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? കർത്താവിന് അറിയാമല്ലോ, ഇന്നടത്തേക്ക് പോകുന്നത് വിചാരിച്ച് പോകാൻ അവൾക്ക് സ്ഥലമില്ല. അലഞ്ഞു തിരിഞ്ഞ് നടക്കുക തന്നെ. കൊടിയ വെയിലത്ത്, ആ കൊടിയ വരൾച്ചയിൽ അവൾ ആ മരുപ്പറമ്പിൽ കൂടി ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. ഒരു ചെറിയ തണൽ പോലും ഇല്ലാത്ത ആ മരുഭൂമിയിൽ കൂടി അവൾ നടന്നു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏകാഗിയാണ് അവൾ. ഒരു നല്ല വാക്ക് പറയാൻ ആരും എടുക്കലില്ല. അപ്പോഴാണ് ആരും കൂടെ ഇല്ലാത്തപ്പോൾ, ആരും തുണയില്ലാത്തപ്പോൾ, അഗതിയായ ഏകാഗിയായ ഒരുവൻ്റെ അടുക്കിലേക്ക് വരുന്ന യേശുവിൻ്റെ നിസ്തുല സ്നേഹം. സ്തോത്രം. ഇന്ന് ഞാൻ ഈ സംഭവം വിവരിക്കുമ്പോൾ ദയവായി നിങ്ങൾ ഓർക്കുക, ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോയാൽ മതിയായിരുന്നു ചിന്തിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ ദൈവമേ, ഈ വീട്ടിൽ ഞാൻ വന്നു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ കുടുംബത്തിലേക്ക് എന്നെ കെട്ടിക്കൊണ്ട് വന്നു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് ഈ വിധി വന്നു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനത്തെ ഒരു ഭർത്താവിനെയാണല്ലോ എനിക്ക് കിട്ടിയതെന്ന് ഓർക്കുന്ന ആളുകളുണ്ട്. എൻ്റെ ദൈവമേ, എനിക്ക് മക്കൾ ഉണ്ടാകണ്ടായിരുന്നു, ഇതുപോലുള്ള മക്കളെയാണല്ലോ എനിക്ക് കിട്ടിയത്, എൻ്റെ കർത്താവേ സമാധാനമില്ലല്ലോ എന്ന് ഓർക്കുന്ന ആളുകളുണ്ട്. ചിലർ അപ്പനെ മാത്രമല്ല അമ്മയെയും അടിക്കുകയും ഇടിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്ന മക്കളുണ്ട്. എനിക്ക് മക്കളുണ്ടാകാതിരുന്നത് നന്നായിരുന്നു ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരപ്പനും അമ്മയും കൂടി എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞതാണ്, സാറേ ഞങ്ങൾക്ക് മക്കളുണ്ടാകാതിരിക്കുകയായിരുന്നു നല്ലത്. സന്ധ്യയാകുന്നതിന് മുമ്പ് ഞങ്ങൾ അത്താഴമെല്ലാം കഴിഞ്ഞ്, ഞങ്ങൾ സന്ധ്യാനമസ്കാരവും കഴിഞ്ഞ് ഞങ്ങൾ വാതിലടച്ച് കിടക്കും. വാതിൽ കുറ്റിയിട്ടില്ല. കാരണം അവൻ വരുമ്പോൾ വാതിൽ കുറ്റിയിട്ടിരുന്നാൽ അവൻ ചവിട്ടി പൊളിക്കും. സുബോധമില്ലാതെയാണ് വരുന്നത്. മതിച്ച് കൂത്താടിയാണ് വരുന്നത്. ചീത്തവാക്കുകൾ പറയാനൊരു മടിയുമില്ല. എത്രയോ പ്രാവശ്യം എന്നെ തല്ലിയിട്ടുണ്ട്, എൻ്റെ ഭാര്യയെ തല്ലിയിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ കണ്ണ് നിറയുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ വന്നതിന് ശേഷം എന്നെ പ്രാർത്ഥിക്കാൻ ഒക്കുകയില്ല. അവൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് അത്താഴം കഴിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പ് ഞങ്ങൾ ഇതെല്ലാം കഴിക്കുക. എപ്പോഴാണ് വരുന്നത് അറിയാൻ പാടില്ല. വാതിലെല്ലാം തുറന്നിട്ടിരിക്കും. മേശപ്പുറത്ത് ആഹാരം വെച്ചിരിക്കും. അവൻ വേണമെങ്കിൽ കഴിക്കും, ചിലപ്പോൾ കഴിച്ചില്ലെന്ന് വരും. ഞങ്ങളൊരു നരകത്തിലാണ്. ഒരു പാവ മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വലയുന്ന കുടുംബങ്ങൾ, ഞെരിയുന്ന കുടുംബങ്ങൾ, തകരുന്ന കുടുംബങ്ങൾ, തകർന്ന ജീവിതങ്ങൾ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ സങ്കേതവും
ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അടുത്ത തുണ. ഈസ് എ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ദ ടൈം ഓഫ് ട്രബിൾ. God is my refuge and strength. He is the very present help in the time of trouble. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി അവൻ വരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊന്ന് ചിന്തിക്കൂ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ കണ്ടിട്ടുണ്ടോ? എന്നെ കരുതുന്ന ഈ ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്നെ വാത്സല്യപൂർവ്വം തഴുകുന്ന ഈ സ്നേഹത്തെ ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? ഈ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ വണങ്ങിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ അരികത്തുകൂടെ ആ സ്നേഹനിധിയായ യേശു കടന്നു വരികയാണ്. നിങ്ങളുടെ സമീപത്തുകൂടെ ഒന്ന് വരികയാണ്. കാരണം അവൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമെടുത്ത് കർമ്മസത്യം നിറഞ്ഞനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആദിയിലുള്ള വചനം കർത്താവായ യേശു ക്രിസ്തു വചനമായി നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളുടെ കാതുകളിൽ നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് യേശു വന്ന് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുമോ? ഇതെല്ലാം സമ്പൂർണ്ണ സത്യമാണ്. യേശു ക്രിസ്തു അരികത്തേക്ക് വന്ന് വാത്സല്യത്തോടെ നിങ്ങൾ നോക്കുകയാണ്. നിങ്ങൾ ഇന്നെ പാപം ചെയ്തതല്ലേ എന്നും കർത്താവ് ചോദിക്കുകയില്ല. ഇന്ന വിധം നീ ജീവിച്ചവനല്ലേ എന്ന് ചോദിക്കുകയില്ല. മോളെ നീ ഇന്ന വിധത്തിലെല്ലാം കഴിഞ്ഞ് നിൻ്റെ ജീവിതം പാഴാക്കിയുള്ളേ എന്ന് ചോദിക്കുകയില്ല. കഴിഞ്ഞതൊന്നും ചോദിക്കുന്നില്ല. ചോദിച്ചാൽ മറുപടി ഇല്ല. കർത്താവിനറിയാം, ചോദിച്ചാൽ മറുപടി ഒന്നുമില്ല. ചെയ്തതിനൊന്നും പ്രായശ്ചിത്തം വരുത്താൻ മാർഗവുമില്ല. ദൈവത്തിന് സ്തോത്രം. ഹാഗാറിന് അവൾ ഗർഭിണിയായ ആ സാഹചര്യം അവൾക്ക് വിവരിച്ചിട്ട് കാര്യമില്ലല്ലോ, വിവരിക്കാൻ സാധ്യമല്ലല്ലോ. അവൾ ഏതായാലും അവൾ ഗർഭിണിയായി തീർന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവം നടന്നു കഴിഞ്ഞു. അവളുടെ ജീവിതത്തിൽ അരുതായിക സംഭവിച്ചു കഴിഞ്ഞു. യജമാനത്തി പറഞ്ഞതനുസരിച്ച് അവളങ്ങനെ പോകരുതായിരുന്നു ഒരു കണക്കിന്. ഈ ഹാഗാർ അവൾക്ക് ഒരു മറുപടിയില്ലാതെ അവൾ വശം കെട്ട് നടന്ന് നീങ്ങുമ്പോൾ ഇതാ നേരെ എതിരെ ഒരാൾ വന്ന് നിൽക്കുന്നു. സ്തോത്രം. എതിരെ വന്ന് നിൽക്കുന്ന യേശു. എൻ്റെ സഹോദരങ്ങളെ, ഈ യേശുവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? യേശു ഇത്ര സ്നേഹമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ യേശുവിൻ്റെ ആ തൃക്കരങ്ങൾ നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഏകാഗിയായിരിക്കുമ്പോൾ, എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് കരയുമ്പോൾ, എൻ്റെ അപ്പൻ എന്നെ കൈവിട്ടു, എൻ്റെ അമ്മയെന്നെ കൈവിട്ടു, എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് കരയുമ്പോൾ, എൻ്റെ ഭാര്യ എന്നെ കൈവിട്ടു, എൻ്റെ ഭർത്താവിനെ കൈവിട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിച്ച് വേദനിച്ച് പൊളയുമ്പോൾ, ആരുമില്ലല്ലോ, എൻ്റെ മക്കൾ എനിക്ക് അനുകൂലമല്ലല്ലോ എന്നോർത്ത് വിഷമിക്കുമ്പോൾ, ഭർത്താവ് എനിക്ക് എതിരാണല്ലോ എന്നോർത്ത് ചിന്തിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ ഇനി കുടുംബസമാധാനം ഇല്ലല്ലോ എന്നോർത്ത് ഞരങ്ങുമ്പോൾ, യേശു വന്ന് എതിരെ നിൽക്കും, നേരെ മുമ്പിൽ വന്ന് നിൽക്കും. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, യേശുവിനെ നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? യേശുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യേശു നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? യേശുവിന് ഉള്ളു തുറന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഉള്ളു തുറന്നവനോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, തുറന്ന് പറഞ്ഞുകൊള്ളൂ. അവനോട് എല്ലാം പറഞ്ഞുകൊള്ളൂ. കഷ്ടപ്പാടുകളും അവലാധികളും സങ്കടങ്ങളും വേദനകളും എല്ലാം എണ്ണി എണ്ണി പറഞ്ഞുകൊള്ളൂ. ഒരു ലക്ഷ്യം വിചാരിച്ച് ഇന്നടത്തേക്കെന്ന് വിചാരിച്ച് പോകാൻ നിർവാഹമില്ല. ഞാനങ്ങ് മിസ്രൈമിൽ നിന്ന് വന്നവളാണ്, ഈജിപ്തിൽ നിന്ന് വന്നവളാണ്. എനിക്ക് ഈ കനാനിൽ അബ്രഹാമിൻ്റെ അടുക്കൽ വന്നിട്ട് ഇപ്പോൾ അവിടെ നിന്ന് എന്നെ ഇറക്കി വിട്ടതുപോലെ ഞാൻ ഓടി അകലുകയാണ്. എനിക്ക് പോകാനൊരു ഇടമില്ല. സ്തോത്രം. പോകാനിടമില്ല എന്ന് ഹാഗാരോട് പറഞ്ഞിടുന്ന കാണുന്നില്ല. പക്ഷേ അതെല്ലാം നമ്മളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പോകാനിടമില്ലാത്തവർ. ദൈവത്തിന് സ്തോത്രം. ഒരു പോംവഴിയില്ലാതെ വരയുന്നവർ അല്ലേ നിങ്ങൾ? ചിലരെല്ലാം അങ്ങനെയാണ്. പോംവഴിയില്ല, ഒരു പോംവഴിയില്ല. ഈ ഞെരുക്കത്തിൽ നിന്നൊരു പോംവഴിയില്ല. എങ്ങനെ ഇതങ്ങനെ ഞാൻ ചത്താലേ തീരൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഈ എൻ്റെ കഷ്ടപ്പാടുകൾ ഞാൻ ചത്താലേ തീരൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ മരിച്ചാലേ തീരൂ എന്ന്. അതുകൊണ്ടാണ് ചിലർ ആത്മഹത്യയിൽ അഭയപ്പെടുന്ന. ആത്മഹത്യ. എനിക്കാരുമില്ല, ആർക്ക് വേണം? ഞാൻ ജീവിച്ചിരിക്കുന്ന ആർക്കാ നിർബന്ധം? ഭർത്താവിന് എന്നെ വേണ്ട, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഒരു വിലയുമില്ല, എൻ്റെ മക്കൾക്കോ അവർക്കോ ഒരു വിഷയമല്ല. ഞാൻ ആർക്കും വേണ്ട, ഞാൻ ചത്തേക്കാം. ഇതാണ് ആത്മഹത്യ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആത്മഹത്യ ഒരു പ്രതികാരമാണ്. ആത്മഹത്യ ഒരു പ്രതികാരമാണ്, ജീവിച്ചിരിക്കുന്നവരോടുള്ളതായ പ്രതികാരം. മറ്റൊന്ന് ആത്മഹത്യ ഒരു നിരാശയാണ്. നിരാശ, ആശയറ്റ ജീവിതം. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ആത്മഹത്യ വരികയില്ല. ദൈവവിശ്വാസം ത്യജിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നത്? ആത്മഹത്യ ചെയ്താൽ എങ്ങോട്ടാണ് പോകുന്നത്? ദൈവമില്ലാത്ത നരകശൂന്യതയിലേക്ക് പോകും, നരകഭീകരതയിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. എസ്കേപ്പിസം, ഓടി ഒളിക്കാനുള്ള ചിന്തിക്കരുത്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്, ഒരിക്കലും ചിന്തിക്കരുത്. ഞാൻ മരിച്ചേക്കാമെന്ന് ഓർക്കരുത്. മരിച്ചാൽ മതിയായിരുന്നു എന്ന് ഓർക്കരുത്. തന്നെ ശപിക്കരുത്. ഞാൻ മരിച്ചു പോയാൽ മതിയായെന്നൊക്കെ പറഞ്ഞ് ശപിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നരകത്തിൽ നിന്ന് ഞാനൊന്ന് ഒഴിവായാൽ മതിയായിരുന്നു ചിന്തിക്കുന്ന ആളുകളുണ്ട്.
അനേകം കുടുംബങ്ങൾ നരകമാണ്. സ്വർഗീയ സന്തോഷത്തിൻ്റെയോ സമാധാനത്തിൻ്റെയോ കണിക പോലും ഇല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ കാത്ത് യേശു നിൽക്കുന്നുണ്ട്. നിങ്ങളെ കാത്ത് വഴിയോരത്ത് യേശു നിൽക്കുന്നുണ്ട്. അവൻ നിങ്ങളെ തന്നെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. നിങ്ങൾ വരുന്നതും കാത്ത് നിൽക്കുകയാണ്. നിങ്ങളുടെ വാടിയ മുഖം കാണാൻ നിൽക്കുകയാണ്. വാടിയ മുഖം ഒന്ന് കുളിർപ്പിക്കാനും തണുപ്പിക്കാനും ആശ്വസിപ്പിക്കാനും പുഞ്ചിരി തൂകാൻ യേശു ക്രിസ്തു ആശയോടെ നോക്കി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എത്ര നാൾ ഞാൻ വാടിയ മുഖത്തോടെ നിന്നവനാണ്. ഞാൻ മുഖം മ്ലാനമായ മുഖത്തോടെ നിന്നവനാണ്. എത്ര കാലം ഞാൻ വാടിയവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ യേശു എന്നെ കാത്തു നിൽക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. യേശു എൻ്റെ പിറകെ നടക്കുകയായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ ഒരാളെൻ്റെ പിറകെ വരുന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ആരുമില്ലാത്തവനാണെന്നാണ് എൻ്റെ ചിന്ത. എൻ്റെ അപ്പം മരിച്ചുപോയി, എൻ്റെ ചേട്ടൻ മരിച്ചുപോയി, ഞാനും എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും. ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഞാൻ ആരുമില്ലാത്തവനാണ്, ആർക്കും വേണ്ട എന്നെ. സമൂഹത്തിൽ അതുകൊണ്ട് ഒറ്റപ്പെട്ടതുപോലെയായി. വില കെട്ടുപോയി, വിലയില്ലാത്തവനായി. വിദ്യാഭ്യാസമില്ലാത്തവനായി, വിലയില്ല. ദൈവത്തിന് സ്തോത്രം. മോളെ, നിനക്കങ്ങ് തോന്നുന്നുണ്ടോ എനിക്ക് വിലയില്ല എന്ന്? എന്നെ വില മതിക്കാൻ ആരാ ഉള്ളതെന്ന് ചിന്തിക്കുന്നുണ്ടോ? മോനെ, നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് വിലയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യേശു എന്നാൽ എന്നെ വിലയുള്ളവനാക്കി തീർക്കാൻ എൻ്റെ പിറകെ വരികയായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. അവൻ്റെ പിറകെ തക്ക സമയത്ത് കയറി പിടിക്കാൻ വേണ്ടി അവൻ ആ സമയം നോക്കി വരികയായിരുന്നു. അവൻ്റെ ഒരു സമയത്ത് ചാടി പിടിച്ചു എന്നെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ഒരു സമയം, ആ തക്ക സമയം വന്നപ്പോൾ അവൻ എന്നെ ചാടി പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് വചനത്തിൽ കൂടിയായിരുന്നു. വചനം കേട്ടപ്പോഴായിരുന്നു. അവൻ്റെ ശബ്ദം കേട്ടപ്പോഴായിരുന്നു. ശബ്ദം അത് ഒരു സുവിശേഷകൻ നാവിൽ കൂടിയാണ് വന്നത്. പക്ഷേ അത് യേശുവിൻ്റെ ശബ്ദമായിരുന്നു. ലാസറേ പുറത്തു വരിക എന്നുള്ള വിളി എന്നെ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ അമ്പരന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അദ്ദേഹം എൻ്റെ നേരെ കൈ കൊണ്ടുവന്ന പോലെ എനിക്ക് തോന്നി. ലാസറേ പുറത്തു വരിക. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവ് നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് വരികയാണ്. നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. യേശു നിങ്ങൾക്ക് സമാധാനം തരാനാണ് വരുന്നത്. യേശു നിങ്ങൾക്ക് നിങ്ങളുടെ ഏകാന്തത മാറ്റിത്തരാനാണ് വരുന്നത്. നിങ്ങളുടെ ലോൺലിനെസ്, നിങ്ങളുടെ ഏകാന്തത മാറ്റി തന്ന് നിങ്ങളെ സമൃദ്ധിയുള്ളവരായി, സമൃദ്ധിയുള്ളവരാക്കി തീർക്കാനാണ് യേശു വരുന്നത്. സമൃദ്ധിയിലേക്ക് നിങ്ങൾ നയിക്കാനാണ് യേശു വരുന്നത്. നിങ്ങളുടെ എല്ലാ പാവവും കഴുകി തരാനാണ് യേശു വരുന്നത്. വന്നുപോയ പാവങ്ങളെല്ലാം തൻ്റെ തിരുമാറിൽ നിന്നൊഴിയ തിരുരക്തത്താൽ കഴുകി തരാനായിട്ടാണ് അവൻ വരുന്നത്. തൻ്റെ കൈകൾ രണ്ടിൽ നിന്ന് ഒഴുകുന്നതായ തിരുരക്തത്താൽ നിങ്ങളെ ശുദ്ധീകരിക്കാനാണ് അവൻ വരുന്നത്. ദൈവമേ, നിങ്ങൾ അവൻ്റെ പാദത്തിൽ മുത്താൻ തുടങ്ങുമ്പോഴേക്കും, ആ തിരുരക്തത്തിൻ്റെ ഒരു സ്പർശം കിട്ടുമ്പോഴേക്കും നിങ്ങളുടെ രോഗങ്ങളെല്ലാം മാറിപ്പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആവലാദികളെല്ലാം മാറിപ്പോവുകയാണ്. കടത്തിൻ്റെ ഭാരങ്ങൾ എല്ലാം വിറ്റാലും തീരില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കടങ്ങൾ എല്ലാം നിമിഷ നേരം കൊണ്ടെല്ലാം മാറിപ്പോകാനുള്ളതായ വഴികൾ തിരിഞ്ഞു വരികയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഇതൊക്കെ വിശ്വസിക്കാമോ? ദൈവത്തിന് സ്തോത്രം. എന്നും കടവും എന്നും ദുരിതവും എന്നും പൈസയ്ക്ക് ഞെരുക്കുമായിരുന്ന എത്രയോ പേര് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം അവർ ആരും പൈസ കൊടുക്കാതെ തന്നെ അവർ എങ്ങനെയോ ദൈവം അവർക്ക് വരുവാനുള്ള വരുമാനമാർഗം കാണിച്ചു കൊടുത്തു. അവർ അതിൽ കൂടി പോയി അവർ രക്ഷപ്പെട്ട എത്രയോ പേരാണ് നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ വരുന്നത്. എത്രയോ പേര്. ദൈവത്തിന് സ്തോത്രം. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഒരുക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. നീതിമാൻ തുണയില്ലാതിരിക്കുന്നവൻ്റെ സന്തതി ആഹാരം ഒരുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഒരുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉറപ്പാണ്. നിങ്ങൾ നീതിയോടെ ജീവിച്ചു നോക്കൂ. നിങ്ങൾ വിശുദ്ധിയോടെ ജീവിച്ചു നോക്കൂ. നിങ്ങൾ വിശുദ്ധരായി ജീവിച്ചു നോക്കൂ. ക്രിസ്തുവിൻ്റെ ഹിതപ്രകാരം നിങ്ങൾ ജീവിച്ചു നോക്കൂ. ക്രിസ്തുവിനായി നിങ്ങളെ തന്നെ പരികൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കൂ. കാണാം, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അവൻ പോറ്റി പുലർത്തും. മക്കളുടെ മക്കളെയും അവൻ പോറ്റി പുലർത്തും. എന്നെ സ്നേഹിക്കുന്നവർക്ക് 1000 തലമുറയോളം ഞാൻ ദയ കാണിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നെ സ്നേഹിക്കുന്നവർക്ക്, ഭയത്തോടെ എൻ്റെ വചനം പ്രമാണിക്കുന്നവർക്ക് ഞാൻ 1000 സംവത്സരത്തോളം ദയ കാണിക്കും. സ്നേഹിത, നീ ഒരാൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിൻ്റെ മക്കൾ രക്ഷപ്പെടും. മകളെ, നീ ഒരാൾ യേശുവിനെ സ്നേഹിക്കാൻ, യേശുവിൻ്റെ പ്രിയപ്പെട്ടവളായി തീരുവാൻ നിനക്ക് ആരംഭിച്ചാൽ നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ മക്കൾ, നിൻ്റെ മക്കളുടെ മക്കൾ അനുഗ്രഹം പ്രാപിക്കും. അവരെല്ലാം രക്ഷപ്പെടും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതാണ് ക്രിസ്തീയ ജീവിതം വില കൊടുത്ത് നിൽക്കണമെന്ന് പറയുന്നത്. എന്താണ് വില? ഇതെല്ലാം മായയാണെന്ന് ഞാൻ എണ്ണണം. എല്ലാം മായ. ഇന്ന് കാണുന്നു, നാളെ വാടിപ്പോകുന്ന, അല്ലെങ്കിൽ വൈകുന്നേരം വാടിപ്പോകുന്ന പൂവ്. ഇത്രയേ ഉള്ളൂ ജീവിതം. ഏതാനും കാലങ്ങളിലൂടെ ജീവിക്കും. അത് കഴിഞ്ഞ് നിത്യത്തിലേക്ക് പോകും, മാറ്റപ്പെടും. നിസ്സാരകാലം. ഇതെല്ലാം മായ.
ആ ഒരു ചിന്ത നിങ്ങൾക്ക് വരണം. ഒന്നും എൻ്റെ ജീവിതത്തിൽ കർത്താവേ, ഈ ലോകത്തിൽ ഒന്നും എന്നെ പിറകോട്ട് വലിക്കല്ലേ എന്നുള്ള ഒരു വലിയ സമർപ്പണം നിങ്ങൾക്ക് വരണം. ഈ ലോകത്തിലുള്ള യാതൊന്നും എന്നെ പിറകിലേക്ക് വലിക്കല്ലേ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശുവിനോട് അടുക്കുന്നതിന് തടസ്സമായി ഒരു വിലങ്ങ് എൻ്റെ പിന്നിലുണ്ടാകല്ലേ. യേശുവിൻ്റെ അടുക്കൽ തന്നെ വലിച്ചു കളയുന്നതായി യാതൊരു ശക്തിയും എൻ്റെ ജീവിതത്തിൽ വരല്ലേ. പ്രാർത്ഥിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കാരണവശാലും എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത്, എൻ്റെ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകരുത്, നിത്യസ്വർഗം നഷ്ടപ്പെട്ടു പോകരുത്. എൻ്റെ കർത്താവേ, എനിക്ക് ഒറ്റ കാര്യം മാത്രം മതി. നീ എന്നെ കാത്തുകൊള്ളണമേ, നീ എന്നെ സൂക്ഷിച്ചു കൊള്ളണമേ. നാഥാ, നിൻ്റെ തിരുവിലാവിൽ എന്നെ മറച്ചു കൊള്ളണമേ. നിൻ്റെ കുരിശിൻ്റെ മറയിൽ നിന്നുകൊണ്ട് നിന്നെ സ്തുതിപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ. കർത്താവേ, ഞാനിതാ ഓടി അണയുന്നു നിൻ്റെ പാദമെടുത്തെങ്കിലേക്ക്. ആണിപ്പാടുള്ള പാദത്തെങ്കിൽ ഞാനിതാ മുട്ടുമടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആയുസ് ഇത്രയും കാലം ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ജീവിച്ചു, എനിക്ക് ശരിയെന്ന് തോന്നുന്ന പോലെ ഞാൻ ജീവിച്ചു. ഇനി നിൻ്റെ ശരിയിൽ കൂടി ഞാൻ ജീവിക്കാൻ പോവുകയാണ്, നിൻ്റെ നീതിയിൽ കൂടി ഞാൻ ജീവിക്കാൻ പോവുകയാണ്. എൻ്റെ ശരിയല്ല ഞാൻ ഉപേക്ഷിക്കുന്നു, എൻ്റെ അഭിപ്രായമല്ല ഞാൻ ഉപേക്ഷിക്കുന്നു, എൻ്റെ താല്പര്യമല്ല ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവേ, ഞാനിതാ എന്നെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട്, എന്നെ തന്നെ ത്യജിച്ചുകൊണ്ട് ഇതാ ഞാൻ വരുന്നു നിൻ്റെ പാദപീഠത്തിലേക്ക്. ആണിപ്പാടുള്ള പാദം കർത്താവേ, എനിക്ക് യോഗ്യതയില്ല എങ്കിലും ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ നിൻ്റെ പാദം ഒന്ന് മൊത്തട്ടെ. ഹല്ലേലൂയ. നിൻ്റെ പാദം ഞാൻ ചുംബിച്ചു കൊള്ളട്ടെ. ആ തിരുരക്തം ഒഴുകുന്ന പാദം ഞാൻ ചുംബിച്ചു കൊള്ളട്ടെ. എൻ്റെ കർത്താവേ, ആ പാദം ചുംബിക്കുമ്പോൾ എൻ്റെ കർത്താവേ, ഏതോ ഒരു അത്ഭുത ശക്തി എൻ്റെ മേൽ ഇറങ്ങുമെന്ന് എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നു. തൃപ്പാദം ചുംബിക്കുമ്പോൾ ആ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി എൻ്റെ മേൽ പകരുമെന്നും അത് എൻ്റെ ഹൃദയത്തിൽ കൂടി പ്രവഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. എൻ്റെ ശരീരത്തിൽ എമ്പാടും ആ തിരുശക്തി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ശരീരത്തിൽ കൂടെ തിരുരക്തം ഒഴുകിപ്പോകുന്നു ഞാൻ അറിയുന്നു. കർത്താവേ, എൻ്റെ ശരീരത്തിൽ എൻ്റെ പൂർവികന്മാരിൽ ലഭിച്ച രക്തം മാറ്റി യേശുക്രിസ്തുവിൻ്റെ രക്തം പകരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പൂർവികന്മാരിൽ എനിക്ക് ലഭിച്ചതായ ആ രക്തത്തിൽ, ആ രക്തബന്ധത്തിൽ എനിക്ക് പൂർവികന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ശാപങ്ങളുണ്ട്, പൂർവികന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പാപങ്ങളുണ്ട്. അതെല്ലാം ഉള്ള ഇൻഹെറൻ്റായിട്ടുള്ള എൻ്റെ സ്വഭാവത്തിലെ പാപങ്ങൾ അതെല്ലാം കർത്താവേ, നിൻ്റെ തിരുരക്തം ഒഴുകുമ്പോൾ മാറിപ്പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, നിൻ്റെ തിരുരക്തം, ഹല്ലേലൂയ. എൻ്റെ യേശുവേ, നിൻ്റെ തിരുരക്തം ഇപ്പോൾ എൻ്റെ മേലും തളിക്കണമേ. ഹല്ലേലൂയ. യേശുവേ, നിൻ്റെ തിരുരക്തം ഇപ്പോൾ നെറ്റിയിൽ നിന്ന് പുരട്ടണമേ. ഹല്ലേലൂയ. ഞാൻ നിൻ്റെ തൃപ്പാദം ചുംബിക്കുമ്പോൾ എൻ്റെ നെറ്റിയിൽ ആ തിരുരക്തം പുരളുമല്ലോ കർത്താവേ. ആ തൃപ്പാദം ഞാനൊന്ന് കെട്ടിപ്പിടിച്ചു കൊള്ളട്ടെ. ഹല്ലേലൂയ. ആ പാദത്തിൽ ഞാനൊന്ന് വീണുകൊള്ളട്ടെ. ഹല്ലേലൂയ. ആ പാദത്തിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു കൊള്ളട്ടെ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, നീയാണല്ലോ എൻ്റെ അരികത്തേക്ക് വന്നിരിക്കുന്നത്, നീയാണല്ലോ എന്നെ സ്നേഹിക്കുന്നത്, നീയാണല്ലോ എനിക്ക് വേണ്ടി ജീവൻ ത്യജിച്ചത്, നീയാണല്ലോ നിൻ്റെ സ്വന്തം ഇഷ്ടങ്ങളെല്ലാം ത്യജിച്ച് പിതാവിൻ്റെ ഇഷ്ടത്തിൽ തന്നെ ഏൽപ്പിച്ച് കൊടുത്തത്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടിയാണല്ലോ നീ ഇതെല്ലാം സഹിച്ചത്. നാഥാ, നിൻ്റെ കൈകൾ മുറിവേറ്റതും നിൻ്റെ കാലുകൾ മുറിവേറ്റതും നിൻ്റെ ചങ്കിൽ കുന്നം കൊണ്ട് കുത്തിയതും കർത്താവേ, നിൻ്റെ ഒഴുചാല് പോലെ കീറിയതും എല്ലാം എനിക്ക് വേണ്ടിയാണല്ലോ. എനിക്ക് വേണ്ടി എൻ്റെ പാപം നീ വഹിച്ചുകൊണ്ടാണല്ലോ. ഞാൻ വിശ്വസിക്കുന്നു. ഇനിമേൽ പാപത്തിന് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല, കാരണം നീ എനിക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിമേൽ പിശാചിന് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല, കാരണം യേശുക്രിസ്തു സാത്താൻ്റെ തല ചതച്ചു കളഞ്ഞിരിക്കുന്നു. പാമ്പിൻ്റെ തല ചതച്ചു. ഞാൻ ഇന്ന് സ്വതന്ത്രനാണ്. ഹല്ലേലൂയ. യേശുവേ, ഞാൻ നിൻ്റെ വക മാത്രമാണ്, ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ നിൻ്റെ മാത്രം വകയാണ്. എനിക്ക് എൻ്റെ മേൽ വേറെ ആർക്കും അവകാശമില്ല. എല്ലാം ഞാൻ നിനക്ക് തീർന്നു തന്നിരിക്കുകയാണ്. എന്നെയും എനിക്കുള്ളതിനെയെല്ലാം യേശുനാഥ അതിൻ്റെ പാദപീഠത്തിലേക്ക് ഞാനിതാ തീർന്നു ഏൽപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ മേലുള്ള അവകാശമെല്ലാം ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകളെല്ലാം വിട്ടു തന്നിരിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ളതായ എൻ്റെ മോഹന സ്വപ്നങ്ങളെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഭാവിയെക്കുറിച്ച് എനിക്ക് ഇനി യാതൊരു ചിന്തയുമില്ല. എല്ലാം യേശു 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 മാത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ തീരുമാനം നിങ്ങൾക്ക് ഉണ്ടോ പ്രിയരെ? എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് വിടുതൽ കിട്ടും. നിങ്ങൾക്ക് പാപത്തിൽ നിന്നും പിശാചിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടും. ഇപ്പോൾ നിങ്ങൾ ജയശാലികളായി നിങ്ങൾക്ക് നിൽക്കും, ജയശാലികളായി നിങ്ങൾ എഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമായി തീരും, കുടുംബം അനുഗ്രഹീതമായി തീരും, കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഏകാന്തതയിൽ ഏകാഗിയായി പോകുന്ന ഹാഗാറിന് വെളിപ്പെട്ട അതേ നാഥൻ തന്നെ ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് വന്നുകൊണ്ട് പറയുന്നു, മോളെ, നീ എൻ്റെ അരികിലേക്ക് വരുമോ? മോനെ, നീ എൻ്റെ അരികിലേക്ക് വരുമോ? ഞാൻ നിന്നെ തൊടട്ടെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ, നിൻ്റെ തലമേൽ എൻ്റെ കരം വെക്കട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. അവൻ്റെ കരം വയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തീരുമാനം പറയൂ, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക മാത്രം, നിൻ്റേത് മാത്രം യേശുവേ, നിൻ്റേത് മാത്രം യേശുവേ. ഇനി പഴയ പോലെ ജീവിക്കുകയില്ല, ഞാൻ നിൻ്റേതായി മാത്രം ജീവിക്കും. യേശുവേ, തൃക്കരുടെ തലമേൽ വെക്കണമേ. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർ ഇതേറെ ഉയർത്തിപ്പിടിക്കൂ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. 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 പാവവഴികളോട് യാത്ര പറഞ്ഞ് യേശുവിനെ നിങ്ങൾ സ്തുതിക്കൂ. ഹല്ലേലൂയ. സകല പാപത്തോടും ലോക ഇമ്പത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് യേശു നിങ്ങൾ സ്തുതിക്കൂ. ഹല്ലേലൂയ. 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 കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ജീവനുള്ള രക്ഷിതാവേ,
അവിടുത്തെ പാതപിടുത്തെങ്കിലേക്ക് വരുവാൻ ഞങ്ങൾ കൃപ തന്നതിനായി സ്തോത്രം. ഇത്രമാത്രം ഞങ്ങളുടെ അടുത്തിരിക്കുന്ന യേശുവിനെ ഞങ്ങൾക്ക് ലഭിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിൻ്റെ തിരുമുറിവുകളെ ഞങ്ങൾ തഴുകട്ടെ, നിൻ്റെ തൃപ്പാദത്തിൽ ഞങ്ങൾ വീഴട്ടെ, ഞങ്ങൾക്കുള്ളതെല്ലാം അടിയറ വയ്ക്കട്ടെ. കർത്താവേ, ഈ ജനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, എല്ലാവരെയും വാഴ്ത്തണമേ. എൻ്റെ പ്രിയൻ്റെ രണ്ടാമത്തവരിനോട് എല്ലാവരെയും ഒരുക്കണമേ. നാഥ, അവിടെ നിന്ന് രണ്ടാമത് വരുമ്പോൾ പറന്നു വരുന്ന അനേകം വിസ്തന്മാരുടെ കൂടെ ഞങ്ങളും ആ നിരയിൽ ചേരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.